ചാവക്കാട് നഗരസഭയിലെ പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണം പ്രഹസനവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് ചെയർമാൻ എച്ച് അക്ബർ സിസിടിവിയോട് പ്രതികരിക്കുകയായിരുന്നു നഗരസഭാ അധ്യക്ഷൻ. മിനി വാഗമൺ ലഹരി സംഘങ്ങളുടെ കേന്ദ്രമാക്കാനുള്ള ശ്രമമായിരുന്നെന്നും ഇത് തടഞ്ഞ് മേഖലയിൽ ശുചീകരണം നടത്തി സഞ്ചാരികളെ ആകർഷിക്കുന്നതാക്കി മാറ്റിയിട്ടുണ്ട്. പുളിച്ചിറക്കെട്ട് പദ്ധതിയിലും അപാകതയില്ല. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനക്ഷേമ പദ്ധതികളെ പ്രതികൂലമായി ബാധിക്കുന്ന പുതിയ ബജറ്റ് നിർദ്ദേശങ്ങൾക്കെതിരെ നഗരസഭാ കൌൺസിലിൽ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയായിരുന്നെന്നും സാധാരണക്കാരുടെ ജീവിതത്തെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ അതിജീവനത്തെയും പ്രതിസന്ധിയിലാക്കുന്ന ഫണ്ട് വെട്ടിക്കുറയ്ക്കലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നഗരസഭയിൽ ഉയർന്നതെന്നും ചെയർമാൻ പറഞ്ഞു. ചാവക്കാട് നഗരസഭയ്ക്ക് ഈ ഗവൺമെന്റ് UDF ഗവൺമെന്റ് വന്നതിന് ശേഷം 3.5 കോടി ഉറുപ്പിയോളം വികസന ഫണ്ട് വെട്ടിക്കുറച്ചു. 4.25 കോടിയിൽ 1.25 കോടിയാണ് തന്നിട്ടുള്ളത്. ബാക്കി അനുവദിച്ച ഫണ്ട് ഇപ്പോൾ ചെലവഴിക്കേണ്ടതില്ല എന്ന സർക്കുലർ വന്നിരിക്കുക. വികസന പ്രവർത്തനങ്ങൾ സ്തംഭിക്കാൻ വേണ്ടി പോകുന്നു. പാവപ്പെട്ട മനുഷ്യർക്ക് വീട് വെക്കാനുള്ള പണം, അതേപോലെ വയോധികർക്കുള്ളത്, ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക്, പട്ടികജാതി ജനവിഭാഗങ്ങളുടെ എല്ലാ ഫണ്ടും വെട്ടിക്കുറച്ചു. ഒക്കെ സ്തംഭിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രമേയം ഞങ്ങൾ അവതരിപ്പിക്കാൻ നോക്കിയപ്പോഴാണ് ഇവർ ഈ കോലാഹലമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നിർണായക പ്രമേയം കൌൺസിലിൽ ചെയർമാൻ അവതരിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ പ്രതിപക്ഷ കൌൺസിലർമാർ എതിർപ്പുമായി രംഗത്തെത്തി. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കഥ ചമയ്ക്കുകയും അടിസ്ഥാനമില്ലാത്ത അഴിമതി ആരോപണം ഉന്നയിക്കുകയുമായിരുന്നു പ്രതിപക്ഷമെന്നും ചെയർമാൻ കുറ്റപ്പെടുത്തി. ഇവിടെ ഈ നഗരസഭാ ഭരണം നടത്തുന്നവരാണോ 25 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ ഒരു നയാ പൈസയുടെ അഴിമതി ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ഭരണസമിതിയുടെ തുടർച്ചയാണിത്. ഇതിനെ കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അഴിമതിക്കാരുടെ നേതൃത്വമാണ് ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ആരാണ് അഴിമതിക്കാരെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കുന്ന സർക്കാരിന്റെ ജനദ്രോഹ നിലപാടുകളാണ് പ്രമേയത്തിലൂടെ തുറന്നുകാട്ടിയതെന്നും വികേന്ദ്രീകരണ പ്രക്രിയ ദുർബലപ്പെടുത്തുന്ന ഈ സാമ്പത്തിക വെട്ടിക്കുറയ്ക്കലുകൾ തിരുത്തി ഫണ്ട് പൂർണ്ണമായും പുനഃസ്ഥാപിക്കണമെന്നും എച്ച് അക്ബർ പറഞ്ഞു. 2024-25 വർഷത്തെ ശുചീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അഴിമതി ആരോപിച്ച് UDF കൌൺസിലർമാർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ അജണ്ടയ്ക്ക് ശേഷം വിഷയം ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ പ്രതിപക്ഷത്തെ CA ഗോപപ്രതാപന്റെ നേതൃത്വത്തിൽ ബഹളമുണ്ടാക്കി ഇറങ്ങിപ്പോവുകയായിരുന്നുവെന്നും ചെയർമാൻ പറഞ്ഞു.